ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് വീക്ക് സെറ്റ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. വീക്ക് സെറ്റ് ഒബ്ജക്റ്റ് എന്തെന്ന് വെച്ചാൽ ഒരു കൂട്ടം ഒബ്ജക്റ്റുകളെയോ അല്ലെങ്കിൽ സെറ്റുകളെയോ, അതായത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച മാപ്പ് അതേപോലെ തന്നെ സെറ്റ്, ഇതിനൊക്കെ ഒരു ഓർഡർ ഇല്ലാതെ, അതായത് ഒരു നോർമൽ രൂപത്തിലായിട്ട് കളക്ട് ചെയ്ത്, അതായത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീക്ക് സെറ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒബ്ജക്റ്റ് മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ജസ്റ്റ് ആ ഒബ്ജക്റ്റിനെ മാത്രമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. വീക്ക് സെറ്റ് എന്ന് പറയുമ്പോൾ അത് അത്ര സ്ഥിരമായിട്ട് നിൽക്കുന്നതൊന്നുമല്ല, എപ്പോഴും അത് മാറി മാറി വരുന്ന രൂപത്തിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ന്യൂ വീക്ക് സെറ്റ് എന്നിട്ട് ഇറ്ററബിൾ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറ്ററബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് ഒബ്ജക്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഇറ്ററബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വാല്യൂ ഒബ്ജക്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ന്യൂ വീക്ക് സെറ്റായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ വീക്ക് സെറ്റിൻ്റെ ഉള്ളിൽ എന്ത് മാത്രമായിരിക്കും, യുണീക്കായിട്ടുള്ള ഒബ്ജക്റ്റുകൾ മാത്രമേ വരൂ. പിന്നെ ഇതിൻ്റെ കൂടെ റെഫറൻസ് ആയിട്ടുള്ള മറ്റു വാല്യൂകളോ ഗ്രാബേജ് ആവശ്യമില്ലാത്ത കളക്ഷൻസുകളൊന്നും ഇതിൻ്റെ ഉള്ളിൽ വരുന്നില്ല. അതായത് ഇതിൻ്റെ റെഫറൻസോ അങ്ങനെയുള്ള ഡാറ്റാസൊന്നും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അതേപോലെ ആവശ്യമില്ലാത്ത ഡാറ്റാസുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എമ്യൂറബിൾ ആണ്, അതായത് പ്രൊവൈഡ് ഇനിയും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകം മെത്തേഡുകളോ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒബ്ജക്റ്റുകളൊന്നും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊന്നും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ആദ്യം തന്നെ നമ്മളിതിൽ ജാവാസ്ക്രിപ്റ്റ് സെറ്റ് ആഡ് മെത്തേഡ്, എങ്ങനെ നമുക്ക് ഈ സെറ്റ് ആഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഡാറ്റാസ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീക്ക് സെറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു സെറ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതും എങ്ങനെ പുതിയൊരു ഒബ്ജക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി, അതിനുശേഷം ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് WS എന്ന് കൊടുത്തു, വീക്ക് സെറ്റിൻ്റെ ഷോർട്ടായിട്ടുള്ള WS കൊടുത്തു. എന്നിട്ട് ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ വാല്യൂസ് ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ വീക്ക് സെറ്റിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്, ഈ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ WS എന്ന് പറയുന്ന വീക്ക് സെറ്റ് ഡോട്ട് ആഡ് ഒബ്ജക്റ്റ് 1, എന്നിട്ട് ഒബ്ജക്റ്റ് 1 എന്നുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റ് കൂടി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണോ ആൻസർ ഇതിന് പ്രിൻറ്റ് ചെയ്യുന്നത്, ഹാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ, ഓക്കെ, ലൈവ് സെർവർ വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. രണ്ടും നമുക്ക് ട്രൂ ആണ് ഇവിടെ ആൻസർ വരുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ രണ്ടിലും ആ വീക്ക് സെറ്റ്, അതായത് ഒബ്ജക്റ്റ് 1 എന്നുള്ളത് നമ്മൾ ഈ വീക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് 2 എന്നുള്ളത് നമുക്കിവിടെ വീക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീക്ക് സെറ്റ് ഡോട്ട് ആസ്, അതായത് WS ഡോട്ട് ആസ് ഒബ്ജക്റ്റ് 1ഉം അതേപോലെ ഒബ്ജക്റ്റ് 2 ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ വന്ന് ട്രൂ ആണ് ആൻസർ ലഭിക്കുന്നത്. രണ്ടിൻ്റെ ആൻസർ ട്രൂ ആണ് ഇവിടെ ആൻസർ ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ട്രൈ ആൻഡ് ക്യാച്ച് എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു വീക്ക് സെറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നു, അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രോഗ്രാമിൽ നമ്മളിവിടെ ഒബ്ജക്റ്റുകളൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആഡ് ചെയ്യൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ലൈന്, എന്നിട്ട് ഇവിടെ വന്ന് ആ ഒബ്ജക്റ്റ് ഇതിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ആൻസർ ലഭിക്കുന്നത്, റിഫറൻസ് എറർ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒബ്ജക്റ്റിനെ, അതായത് ഈ വീക്ക് സെറ്റിൻ്റെ ഉള്ളിലേക്ക് ആ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ എറർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്
അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ വീക്ക് സെറ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീക്ക് സെറ്റിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് ഡിലീറ്റ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആ കോഡ് ആൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു വീക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. അവിടെ വാർ വീക്ക് സെറ്റ് ഈക്വൽ ടു ന്യൂ വീക്ക് സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ചേർത്ത് കൊടുത്തു. ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, വീക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കിത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒബ്ജക്റ്റ് ഉണ്ടോ എന്നാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വീക്ക് സെറ്റ് ഹാസ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ട്രൂ ആയിരിക്കും കിട്ടുക. അതായത് ഒന്നാമത്തെ ഈ ലൈന് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ട്രൂ ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ഈ വീക്ക് സെറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക ഫാൾസ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ ഒന്നാമത്തതിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് ട്രൂ ആണ്, കാരണം ആൾറെഡി ആ ഡിലീറ്റിങ്ങിൻ്റെ മുമ്പ് നമുക്ക് ആ വീക്ക് സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഫാൾസ് ആണ് ലഭിക്കുന്നത്, കാരണം രണ്ടാമത്തെ റൺ ചെയ്യിക്കുമ്പോൾ ആ വീക്ക് സെറ്റ് നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വീക്ക് സെറ്റ് ഹാസ് എന്ന മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. വീക്ക് സെറ്റ് ഹാസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ മുമ്പുള്ള എക്സാമ്പിൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ കൊടുത്ത വാല്യൂ, അതായത് വീക്ക് സെറ്റ് അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീക്ക് സെറ്റ് ഹാസ് ഉപയോഗിക്കുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ട്രൂവും ഇല്ലെങ്കിൽ നമുക്ക് ഫാൾസും ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വരുന്നത്, വീക്ക് സെറ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഹാസ് എന്നിട്ട് ഏതാണോ നമ്മൾ ആ ഒബ്ജക്റ്റ് അതിൻ്റെ പേരാണ് നമ്മൾ വാല്യൂ എന്നുള്ള ഭാഗത്ത് ചേർത്ത് കൊടുക്കുക. ആ ഒബ്ജക്റ്റിന് ഏത് നമുക്ക് ഒബ്ജക്റ്റാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ പേര് WS എന്ന് കൊടുത്തു, ഈക്വൽ ടു ന്യൂ വീക്ക് സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ പേര് ഒബ്ജക്റ്റ് 1 എന്നും രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ പേര് ഒബ്ജക്റ്റ് 2ഉം. ഇനി എന്ത് ചെയ്യണം, വീക്ക് സെറ്റ് ഡോട്ട് ആഡ് ഒബ്ജക്റ്റ് 1, ഒന്നാമത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, വീക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അത് നമുക്ക് ഇവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലൈന് പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ട്രൂ എന്നായിരിക്കും, കാരണം ഒന്നാമത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ വീക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തതിന് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ ഫാൾസ് ആയിരിക്കും കിട്ടുക, കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റ് മാത്രമാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒന്നുമില്ലാത്ത, അതായത് ഇവിടെ എന്തെങ്കിലും ഒരു പാരാമീറ്റർ വാല്യൂസ് ചേർത്ത് കൊടുത്താൽ മാത്രമേ അത് റൺ ചെയ്യൂ. അപ്പോൾ നമ്മളിവിടെ വാല്യൂ ഒന്നും കൊടുക്കാതെയാണ് ഈ ലാസ്റ്റത്തേത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ട്രൂ ആണ് കിട്ടുന്നത്, ആൾറെഡി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാരണം ഒന്നാമത്തെ ഈ ഒബ്ജക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്, അതുകൊണ്ട് നമുക്കത് ട്രൂ എന്ന് വരുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തത് നമുക്കിവിടെ ഫാൾസ് ആണ് ലഭിക്കുന്നത്, കാരണം നമ്മൾ രണ്ടാമത്തത് ഇവിടെ ഡിക്ലെയർ ചെയ്യൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ഇതിലേക്ക് നമ്മളത് ആഡ് ചെയ്തിട്ടില്ല. അതായത് ഈ വീക്ക് സെറ്റിലേക്ക് നമ്മൾ ഒബ്ജക്റ്റ് 1 എന്ന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, രണ്ടാമത്തെ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് എററാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് പാരാമീറ്റർ ഒന്നും ഇല്ലാത്തതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തത് ഫാൾസ് എന്നും വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്താണ് വീക്ക് സെറ്റ് എന്നും വീക്ക് സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു എക്സാമ്പിളുകൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.